ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th ഇംഗ്ലീഷിൽ ബ്ലോയിൻ ഇൻ ദ വിൻ എന്ന പോയത്തിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് പാർട്ട് 2 ആണ്. പാർട്ട് 1ൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പോയത്തിലെ 2 ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഒരു പാരഗ്രാഫ് വായിക്കാം. ക്വസ്റ്റ്യൻ ബിഗിനിങ് വിത്ത് ആൻ ഓക്സിലറി വേർബ് ആർ കോൾഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ച്, ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്സ്, ആ ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് എന്ത് പറയുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വേറൊരു പേര് അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. They are also called closed questions because they have two possible responses only, yes or no. ഇതിനെ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്നല്ലാതെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യന് 2 ഉത്തരം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ. അത് കാരണം അതിനെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് വിളിക്കും. It is impossible to ask a yes or no question without an auxiliary verb. ഒരു yes or no question auxiliary verb ഇല്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. Such question do not ask for more information. ഇങ്ങനത്തെ yes or no question എന്തിനു വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. yes അല്ലെങ്കിൽ നോ എന്നുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദ ഓൺലി സി കൺഫർമേഷൻ ഓർ നെഗേഷൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്? ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ആക്ടിവിറ്റി 3 പോകാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 70. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ മെമോയർ. ഇവിടെ ഈ സെൻറ്റൻസ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർ ഇസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ? എവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉള്ളത്? ഹൗ ഡിഡ് ദ ടൈഗർ റിയാക്ട് വെൻ കേജ് വാസ് ഓപ്പൺഡ്? കേജ് കൂട് തുറന്നപ്പോൾ എങ്ങനെയാണ് ടൈഗർ റിയാക്ട് ചെയ്തത്? ദ വേർഡ് ഇൻ ദ ബോൾഡ് ആർ ക്വസ്റ്റ്യൻ വേർഡ്സ്. ബോൾഡിൽ എഴുതിയിട്ടുള്ള വേർഡ്സാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഹൂ, വെൻ, വൈ, വേർ, വാട്ട്, വിച്ച് and how are question words normally used to ask questions? Who, ആര്, when, എപ്പോൾ, why, എന്തുകൊണ്ട്, where, എവിടെ, what, എന്ത്, which, ഏത്, and how, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് സാധാരണ ഉപയോഗിക്കൽ? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ദി ആർ കോൾഡ് WH ക്വസ്റ്റ്യൻസ്. അവരെയാണ് എന്ത് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഈ ഓരോ ക്വസ്റ്റ്യൻ വേർഡ്സിലും സ്റ്റാർട്ട് ചെയ്യുന്നത് WH കൊണ്ടാണ്. സോ ദി ആർ കോൾഡ് WH ക്വസ്റ്റ്യൻ. അവരെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇമാജിൻ യു ഹാവ് എൻ ഇൻ്റർവ്യൂ വിത്ത് മിസ്റ്റർ സത്യജിത് റേ. സത്യജിത് റേ ആയിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. വാട്ട് ക്വസ്റ്റ്യൻ വിൽ യു ആസ്ക്? എന്ത് ക്വസ്റ്റ്യൻസാണ്, ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുക? കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ തന്നിട്ടുള്ള കോൺവെർസേഷൻ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ്, പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട്. ഹൗ മച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്? ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് ആണ് കിട്ടേണ്ടത്. ഹൗ മനി. ഹൗ മനി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറാണ് കിട്ടേണ്ടത്. ഹൗ ഹോൾഡ് എന്ന് ചോദിച്ചാൽ വയസ്സാണ് കിട്ടേണ്ടത്. ഹൗ ഫാർ, ഡിസ്റ്റൻസ്, എത്രത്തോളം ദൂരമുണ്ടെന്നാണ് ഉത്തരം വരേണ്ടത്. ഹൗ ലോങ്, ഡ്യൂറേഷൻ ആൻഡ് ലെങ്ത്. ഡ്യൂറേഷൻ ആൻഡ് ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് നീണ്ടു നിൽക്കുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രത്തോളം അത് സമയം എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഓഫൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി, ഒരു കാര്യത്തിൻ്റെ ഫ്രീക്വൻസി എത്ര എന്നാണ് പറയേണ്ടത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, അതിൻ്റെ കൂടെ ഓക്സിലറി, അതിൻ്റെ കൂടെ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വേർബ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട്
4 ഇതും യൂസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഓർ ഹൂ വെച്ചിട്ട് ചോദിക്കണം. അതിൻ്റെ കൂടെ വേർബ് ഉപയോഗിച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഉള്ളത്. നമുക്ക് സംഭാഷണം നോക്കാം. ഇവിടെ റേ പറയുന്ന ഒരു ഉത്തരം, ഐ ലേൺ ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഞാൻ ഫിലിം ടെക്നോളജി പഠിച്ചത് ഹോളിവുഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ്. വേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി, യു സബ്ജക്റ്റ്, ലേൺ verb. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വേർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് ഫിലിം ടെക്നോളജി പഠിച്ചത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഐ ലേൺ ഫിലിം ടെക്നോളജി ഫ്രം ഹോളിവുഡ്. ഞാൻ ഫിലിം ടെക്നോളജി പഠിച്ചത് ഹോളിവുഡിൽ നിന്നാണ്. പിന്നെ വേറൊരു ഉത്തരം, മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ചോക്ക് ഹെൽപ്പ് മീ ദേർ. എൻ്റെ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ചോക്കാണ് എന്നെ അവിടെ സഹായിച്ചത്. അപ്പോൾ നമുക്കിവിടെ ആരാണ് സഹായിച്ചത് എന്നുള്ളതിൻ്റെ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹൂ ഒരു ചോദ്യം, WH ക്വസ്റ്റ്യൻ, ഹൂ ക്വസ്റ്റ്യൻ വേർഡാണ്. ഹെൽപ്പ് ഇവിടെ വേർബ്. അപ്പോൾ രണ്ടാമത്തെ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൂ ഹെൽപ്പ് യു ദേർ, അവിടെ ആരാണ് നിന്നെ സഹായിച്ചത്? അപ്പോൾ ഉത്തരം മൈ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ചോക്ക് ഹെൽപ്പ് മീ ദേർ. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അഡ്വെഞ്ചർ ഓഫ് റിൻ ടിൻ ടിൻ അട്രാക്റ്റഡ് മീ ദ മോസ്റ്റ്. റിൻ ടിൻ ടിൻ്റെ അഡ്വെഞ്ചേഴ്സാണ് എന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ, ആരുടെയാണ്, എന്താണ് അവിടെ നിങ്ങളെ ആകർഷിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്, അട്രാക്റ്റഡ് വേർബ്. അപ്പോൾ സെക്കൻഡ് പാറ്റേൺ, വാട്ട് അട്രാക്റ്റഡ് യു ദ മോസ്റ്റ്, അവിടെ നിന്നെ എന്താണിത് കൂടുതൽ ആകർഷിച്ചത്? അപ്പോൾ ഉത്തരം അഡ്വെഞ്ചേഴ്സ് ഓഫ് റിൻ ടിൻ ടിൻ അട്രാക്റ്റഡ് മീ ദ മോസ്റ്റ് എന്നാണ്. പിന്നത്തെ ഒരു ഉത്തരം, മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിവുഡിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ ആണ്. വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്, വാസ് ഓക്സിലറി വേർബ്, യർ സബ്ജക്റ്റ്, വിഷ് വേർബ്, അപ്പോൾ മെയിൻ വേർബ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. വാട്ട് വാസ് യുവർ വിഷ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അതിനുള്ള ഉത്തരമാണ് മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. ഹോളിവുഡിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കുക എന്നതാണ്, ഉണ്ടാക്കുക എന്നതാണ്. പിന്നത്തെ ഒരു ഉത്തരം, ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം. ഞാൻ ടൈഗേഴ്സിനെ വെച്ച് റിസ്കി ആയിട്ടുള്ള സീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു ഫിലിം ഉണ്ടാക്കുകയാണ്. അതിനുള്ള ചോദ്യം ഫസ്റ്റ് പാറ്റേണിലാണ് നമ്മൾ ചോദിക്കുന്നത്. വൈ ഡിഡ് യു ടേക്ക് എ സച്ച് റിസ്ക് വിത്ത് ടൈഗേഴ്സ്? എന്തിനാണ് ടൈഗേഴ്സിനെ വെച്ചിട്ട് ഇത്ര റിസ്ക് എടുക്കുന്നത്? വൈ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി വേർബ്, യു സബ്ജക്റ്റ്, ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർബാണ്, മെയിൻ വേർബാണ്. സോ ഫസ്റ്റ് പാറ്റേണിലാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വൈ ഡിഡ് യു ടേക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ്? ടൈഗേഴ്സിനെ വെച്ചിട്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ആൻസർ, ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം. ഞാൻ ടൈഗേഴ്സിനെ വെച്ച് റിസ്ക് എടുക്കുന്നത് നല്ലൊരു ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു ചോദ്യം, ഹൗ ലോങ് എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഹൗ ലോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി വേർബാണ്, ഇറ്റ് സബ്ജക്റ്റ്, ടേക്ക് മെയിൻ വേർബാണ്. സോ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഷൂട്ട് ദ സീൻ? എത്ര സമയമെടുത്തു ഈ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് ചോദ്യം. ആൻസർ, ഇറ്റ് ടുക്ക് 2 days ടു ഷൂട്ട് ദ സീൻ. ഈ സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം എടുത്തു.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ഇവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. വാസ് ഓക്സിലറി verb, ന്യൂട്ടൺ ഗ്രാം സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റത്തെ പാറ്റേണിലാണ് ചോദ്യം. ഹൗ ഫാർ വാസ് ന്യൂട്ടൺ ഗ്രാം ഫ്രം ഹിയർ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ന്യൂട്ടൺ ഗ്രാം. ന്യൂട്ടൺ ഗ്രാം വാസ് 20 കിലോമീറ്റർ അവേ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് 20 കിലോമീറ്ററാണ് ന്യൂട്ടൺ ഗ്രാമിലോട്ടുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ, ഹൗ ഓഫൻ ഡു യു വിസിറ്റ് ഹോളിവുഡ്. ഹൗ ഓഫൻ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഡു യു വിസിറ്റ്, ഡു എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്. യു സബ്ജക്റ്റ്, വിസിറ്റ് മെയിൻ വേർബ്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ഹോളിവുഡ്, എങ്ങനെയാണ് നിങ്ങൾ ഹോളിവുഡ് വിസിറ്റ് ചെയ്യൽ. ഐ വിസിറ്റ് ഹോളിവുഡ് വൺസ് ഇൻ 3 months, 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് ഞാൻ ഹോളിവുഡ് വിസിറ്റ് ചെയ്യൽ. വാട്ട് കൈൻഡ് ഓഫ് അനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ്. എന്ത് ടൈപ്പ് അനിമൽസാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൽ ട്രെയിൻഡ് അനിമൽസ് ആർ യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ്, നല്ല ട്രെയിൻഡായ അനിമൽസിനെയാണ് ഹോളിവുഡ് ഫിലിംസിൽ യൂസ് ചെയ്യുക. അടുത്തത്, വെൻ വിൽ യു റിലീസ് ദ ഫിലിം ഗൂപ്പി ഗിനെ ബാഗ ബിനെ, എന്നാണ് നിങ്ങൾ ഗൂപ്പി ഗിനെ ബാഗ ബിനെ എന്ന ഫിലിം റിലീസാക്കുക എന്നാണ്. വെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. വിൽ ഓക്സിലറി verb, യു സബ്ജക്റ്റ്, റിലീസ് എന്താണ്, ഒരു വേർബാണ്. അതിൻ്റെ ആൻസർ, വി വിൽ റിലീസ് ദ ഫിലിം നെക്സ്റ്റ് മന്ത്, അടുത്ത മാസമാണ് റിലീസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ 2 പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ വേർഡ്, അതിൻ്റെ കൂടെ ഓക്സിലറി വേർബ്, അതിൻ്റെ കൂടെ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വേർബ്. രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വാട്ട് ഓർ ഹൂ വെച്ചിട്ട് അതിൻ്റെ കൂടെ വേർബ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു. There are 7 basic sentence pattern in English. First one, SV, subject, verb. Second one, SVO, subject plus verb plus object. Third, SVC, subject plus verb plus complement. Fourth one, SVOO, subject plus verb plus object plus object. SVOC, subject plus verb plus object plus complement. SVA, subject plus verb plus adject. SVOA, subject plus verb plus object plus adject. These are the 7 basic sentence pattern used in English language. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് പാറ്റേൺ, സബ്ജക്റ്റ് പ്ലസ് verb. എക്സാമ്പിൾസ്, ദ ബെൽ റാങ്, ദ ബെൽ എന്നുള്ളത് സബ്ജക്റ്റും റാങ് എന്നുള്ളത് വേർബും. ഹി വെപ്റ്റ്, ഹി സബ്ജക്റ്റ്, വെപ്റ്റ് verb. സെക്കൻഡ് സെൻറ്റൻസ് പാറ്റേൺ, സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഷീ ലൈക്സ് എഗ്, അവൾക്ക് മുട്ട ഇഷ്ടമാണ്. ഷീ സബ്ജക്റ്റ്, ലൈക്സ് verb, എഗ്സ് ഒബ്ജക്റ്റ്. ഐ മെറ്റ് മൈ ബ്രദർ, I subject, met verb, my brother is object. Third sentence pattern, subject plus verb plus adjective. Martin is busy. Martin subject is verb, busy adjective. She was sick. She subject, was verb, sick adjective. Next sentence pattern, subject plus verb plus adverb. The truck came here. The truck എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, came verb, here adverb. He ran fast. He subject, ran verb, fast adverb. Last sentence pattern, subject plus verb plus noun. They are teachers, അവർ അധ്യാപകരാണ്. They subject, are verb,
ടീച്ചേഴ്സ് നൗ. മെർലിൻ വാസ് ക്ലാസ് പ്രസിഡൻറ്റ്. മെർലിനായിരുന്നു ക്ലാസ് പ്രസിഡൻറ്റ്. മെർലിൻ സബ്ജക്റ്റ് വാസ് verb, the class president noun. These are some examples of sentence patterns. We can move to activity 4. Activity 4 നോക്കാം. Textbook page number 71. Read the sentences given below and identify the noun phrase and verb phrase in them. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് വായിക്കുക. അതിൽ നോൺ ഫ്രേസ് ഏതാണ്, verb phrase ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 1 is done for you. ഒന്ന് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. Mr. Thorat nodded. Mr. Thorat noun phrase-ഉം nodded verb phrase-ഉം. This puzzled me. ഇവിടെ this noun phrase-ഉം puzzled me verb phrase-ഉം. ആ verb phrase എന്തൊക്കെ അടങ്ങിയതാണ്? പസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബാണ്. മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നോൺ ഫ്രേസാണ്. തേർഡ്, ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. അവനൊരു സൗത്ത് ഇന്ത്യക്കാരനാണ്. ഹി നോൺ ഫ്രേസ്, വാസ് എ സൗത്ത് ഇന്ത്യൻ വേർബ് ഫ്രേസ്. ആ വേർബ് ഫ്രേസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? വാസ് വേർബാണ്. എ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് നോൺ ഫ്രേസാണ്. ലാസ്റ്റത്തത്, മിസ്റ്റർ തൊറാറ്റ് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. മിസ്റ്റർ തൊറാറ്റ് എവിടെ എത്തി? ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. മിസ്റ്റർ തൊറാറ്റ് ഇസ് എ നോൺ ഫ്രേസാണ്. റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബ് ഫ്രേസാണ്. അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? റീച്ചഡ് വേർബും ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ അഡ്വേർബിയൽ നോൺ ഫ്രേസുമാണ്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. ഈ സെൻറ്റൻസിന് 2 പാർട്ടാണുള്ളത്. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. ഇവിടെ നോൺ ഫ്രേസ് വി ആണ്. വേർബ് ഫ്രേസ് വേർബും നോൺ ഫ്രേസും പ്രിപ്പോഷണൽ ഫ്രേസുമുണ്ട്. ഇവിടെ വേർബ് മൗണ്ടഡും നോൺ ഫ്രേസ് ദ ക്യാമറയും പ്രിപ്പോഷണൽ ഫ്രേസ് ഓൺ ഇറ്റ്സ് ട്രൈപോഡുമാണ്. നൗ അനലൈസ് ദ വേർബ് ഫ്രേസ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നുള്ള സെൻറ്റൻസിൽ നമ്മൾ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? വേർബ് ഫ്രേസ്. ഫസ്റ്റ് സെൻറ്റൻസ്, വി വെൻറ്റ് ടു മീറ്റ് ദ മാനേജർ. ഞങ്ങൾ മാനേജറെ കാണാൻ പോയി. വി നോൺ ഫ്രേസ്, വെൻറ്റ് വേർബ്, ദ മാനേജർ നോൺ ഫ്രേസ്. Second sentence, Mr. Thorat reached the shooting location with a tiger. Mr. Thorat ടൈഗറുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. Mr. Thorat നോൺ ഫ്രേസ്, reached verb, the shooting location noun phrase, the tiger prepositional phrase. Third, the shopkeeper gives Ali a small bag to put potatoes. കടക്കാരൻ അലിക്കൊരു ചെറിയ ബാഗ് കൊടുത്തു പൊട്ടാറ്റോസ് ഇടാൻ വേണ്ടിയിട്ട്. The shopkeeper noun phrase, gives verb, Ali noun phrase, a small bag noun phrase, potatoes noun phrase. The cage on the lorry was covered. ലോറിയിലുള്ള കൂട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. The cage noun phrase on the lorry prepositional phrase was verb. Notices were placed in the press all over the United States. യുണൈറ്റഡ് സ്റ്റേറ്റ് എല്ലായിടത്തും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് നോൺ ഫ്രേസ്, verb placed, verb in the press, prepositional phrase, the United States noun phrase. Seventh, we were watching a new and strange kind of circus. നമ്മൾ ഒരു പുതിയ രീതിയിലുള്ള സർക്കസ് കാണുകയായിരുന്നു. We noun phrase, were watching verb, a new and strange kind noun phrase of circus, prepositional phrase. Thus the following form may appear along with a verb to form a verb phrase. താഴെ തന്നിട്ടുള്ള ഫോംസൊക്കെ ഒരു verb ഫ്രേസിലുണ്ടാവും, ഒരു വേർബിൻ്റെ കൂടെ. അതേതൊക്കെയാണ്? ഫസ്റ്റ്, ഓക്സിലറി verbs. രണ്ടാമത്തത് പ്രിപ്പോസിഷണൽ ഫ്രേസസ്.
മൂന്നാമത്തത് അഡ്വേർബിയൽ ഫ്രേസ്, നാലാമത്തത് നോൺ ഫ്രേസ്. ഓക്സിലറി വെർബിൻ്റെ എക്സാമ്പിളാണ് വി വെയർ വാച്ചിങ് എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. ഞങ്ങൾ ഒരു സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് കാണുകയായിരുന്നു. ഇവിടെ വേർ എന്നുള്ളതാണ് ഓക്സിലറി വെർബ്സ്. പ്രിപ്പോസിഷണൽ ഫ്രേസിൻ്റെ എക്സാമ്പിൾ മിസ്റ്റർ തൊറാറ്റ് കെയിം വിത്ത് 2 ടൈഗേഴ്സ്. ഇവിടെ 2 ടൈഗേഴ്സ് എന്നുള്ളതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. അഡ്വേർബിയൽ ഫ്രേസിൻ്റെ എക്സാമ്പിൾ ദ ടൈഗർ മിസ്ബിഹേവ് അൺഎക്സ്പെക്റ്റഡ്ലി. ഇവിടെ അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അഡ്വേർബിയൽ ഫ്രേസ്. ഫോർത്ത്, നോൺ ഫ്രേസിൻ്റെ എക്സാമ്പിൾ മിസ്റ്റർ തൊറാറ്റ് വാസ് എ റിംഗ് മാസ്റ്റർ. ഇവിടെ റിംഗ് മാസ്റ്റർ എന്നുള്ളതാണ് നോൺ ഫ്രേസ്. It is to be noted that a verb phrase can even have a noun phrase accompanied by a determiner and an adjective. ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു verb ഫ്രേസിൽ എന്തുണ്ടാവും? ഒരു നോൺ ഫ്രേസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഡിറ്റർമിനർ ഉണ്ടാവും. ഓഫോ, ഇന്നോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ആൻഡ് ഒരു അഡ്ജക്റ്റീവും ഉണ്ടാവും. See, now let's analyze the function of a noun phrase and a verb phrase and its element in the following sentences. താഴത്തുന്ന സെൻറ്റൻസിലെ നോൺ ഫ്രേസിൻ്റെയും വെർബ് ഫ്രേസിൻ്റെയും ഫങ്ഷൻസ് പറയാം, അതിൻ്റെ എലമെൻസും. ഇൻ സെൻറ്റൻസ് 1 മിസ്റ്റർ തൊറാറ്റ് നോഡഡ്. സെൻറ്റൻസ് 1 മിസ്റ്റർ തൊറാറ്റ് നോഡഡ് എന്നാണ്. ഇവിടെ ദ നോൺ ഫ്രേസ് മിസ്റ്റർ തൊറാറ്റ് ഫങ്ഷൻ ആസ് എ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇവിടെ നോൺ ഫ്രേസ് മിസ്റ്റർ തൊറാറ്റാണ്. മിസ്റ്റർ തൊറാറ്റാണ് എന്ത് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ വേർബ് ഫ്രേസ് ആക്ട് ആസ് ദ വേർബ്. നോഡഡ് എന്താണ്? വേർബ് ഫ്രേസ് ആണ്. ഇവിടെ ഈ വേർബ് മാത്രമേ ഉള്ളൂ. ഇൻ സെൻറ്റൻസ് 2 ദിസ് പെസൽ മീ. ദിസ് ഈസ് ദ നോൺ ഫ്രേസ് ആൻഡ് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇവിടെ ദിസ് എന്നുള്ളതാണ് നോൺ ഫ്രേസ്, അത് സബ്ജക്റ്റും കൂടിയാണ്. ഇൻ ദ വേർബ് ഫ്രേസ് ദ പസിൽ മീ, പസിൽ ഇസ് ദ വേർബ് ആൻഡ് മീ ഡസ് എ ഫങ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. പസിൽ മീ എന്നുള്ളത് വേർബ് ഫ്രേസ് ആണ്. അതിൽ പസിൽ എന്നുള്ളത് വേർബും മീ എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. ഇൻ സെൻറ്റൻസ് 3 ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. ഈ ഈസ് ദ സബ്ജക്റ്റ്. ഇവിടെ ഹി ആണ് നോൺ ഫ്രേസ്, അതാണ് സബ്ജക്റ്റ്. ദ വേർബ് ഫ്രേസ് ഹിയർ ഈസ് വാസ് എ സൗത്ത് ഇന്ത്യൻ. ഇവിടെ വേർബ് ഫ്രേസ് വാസ് എ സൗത്ത് ഇന്ത്യൻ ആണ്. ഇൻ ഇറ്റ് വാസ് ദ വേർബ് ആൻഡ് ദ സൗത്ത് ഇന്ത്യൻ ഈസ് എ കോംപ്ലിമെൻറ്റ്. ഇവിടെ വാസ് വേർബും സൗത്ത് ഇന്ത്യൻ എന്താണ്? കോംപ്ലിമെൻറ്റുമാണ്. In sentence 4, Mr. Thorat reached the shooting location. The pattern is Mr. Thorat subject ആണ്, reached verb ആണ്. The shooting location is adverbial verb ആണ്. The sentence pattern of 4 sentences given above can be written as first sentence Mr. Thorat nodded. അവിടെ സബ്ജക്റ്റും വേർബുമാണുള്ളത്. ദിസ് പെസൽ മീ, അവിടെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റുമാണുള്ളത്. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ, അവിടെ സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻ്ററി ഫ്രേസാണുള്ളത്. ഫോർത്ത് മിസ്റ്റർ തൊറാറ്റ് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അവിടെ സബ്ജക്റ്റ് വേർബ് അഡ്വേർബിയൽ ഫ്രേസാണുള്ളത്. റൈറ്റ് 4 അതർ സെൻറ്റൻസസ് ഇൻ ദ സെയിം പാറ്റേൺ, ഒരേ പാറ്റേണിലുള്ള സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാങ്ക ക്രൈഡ്, വാങ്ക കരഞ്ഞു. ഇവിടെ വാങ്ക സബ്ജക്റ്റ്, ക്രൈഡ് വേർബ്. ദ മാംഗോസ് കിൽ ദ കോബ്ര, മാംഗോസ് കോബ്രയെ കൊന്നു. ഇവിടെ ദ മാംഗൂസ് ആണ് സബ്ജക്റ്റ്, കിൽഡ് വേർബ്, ദ കോബ്ര ഒബ്ജക്റ്റ്. ദ ടൈഗർ വാസ് ഫെറോഷ്യസ്, ടൈഗർ എന്താണ്? ഫെറോഷ്യസ് ആണ്. ദ ടൈഗർ സബ്ജക്റ്റ്, വാസ് വേർബ്, ഫെറോഷ്യസ് കോംപ്ലിമെൻ്ററി ഫ്രേസ്. ദ റീച്ച് ദ ബാംബു ഗ്രൂവ്, അവർ ബാംബു ഗ്രൂവിലെത്തി, മുളങ്കാട്ടിലെത്തി. ദേ സബ്ജക്റ്റ്, റീച്ചഡ് വേർബ്, ദ ബാംബു ഗ്രൂവ് adverbial phrase. Apart from these 4 sentences pattern, there are 3 most basic sentence pattern in English. ഈ 4 സെൻറ്റൻസ് പാറ്റേൺ കൂടാതെ വേറെ 3 സെൻറ്റൻസ് പാറ്റേണും കൂടി ഉണ്ട്. ദേ ആർ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ എക്സാമ്പിൾ മിസ്റ്റർ തൊറാറ്റ് ഗേവ് റേ 2 ടൈഗേഴ്സ്. ഇവിടെ മിസ്റ്റർ തൊറാറ്റ് സബ്ജക്റ്റ്, ഗേവ് verb, ray object, 2 tigers object. Second one, subject plus verb plus object plus complement phrase. They painted the cage yellow.
They subject painted verb, the cage object yellow complement. Third, subject plus verb plus object plus adverbial phrase. Ray places the camera on the tripod. Ray subject verb places the camera object on the tripod adverbial verb. Write 3 sentences keeping the same pattern. Akbar sold Ali potatoes. Akbar subject sold verb Ali object potatoes object. The news made Martha happy. The news subject made verb Martha object happy complement. The doctor put the lamp on the table. The doctor subject put verb the lamp object on the table adverbial phrase. Activity 5 textbook page number 73. Look at the following sentence from the memo. ഈ സെൻറ്റൻസ് വായിക്കുക. This job is done by their stand-ins. Notices were placed in the press all over the United States. Some films have been made in Bombay and Madras. Goopy and Baga could be petrified by the tiger. All these are passive voice. Look at that passive voice and discuss. Do the sentence have the similar pattern in those mentioned in activity 4? Activity 4 പറഞ്ഞ പാറ്റേണുമായി ഇതിന് ബന്ധമുണ്ടോ? വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? നിങ്ങൾ എന്ത് വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്? റൈറ്റ് ദ എബവ് സെൻറ്റൻസ് ഇൻ സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ്. ഫസ്റ്റ്, ദർ സ്റ്റാൻഡ്-ഇൻസ് ഡു ദിസ് ജോബ്. അവരുടെ സ്റ്റാൻഡ്-ഇൻസ് ഈ ജോലി ചെയ്യും. ദർ സബ്ജക്റ്റ് verb ഡു job object. They placed notices in press all over the United States. They subject placed verb notices object. They have made some films in Bombay and Madras. They subject have made verb films object. The tiger could petrify Goopy and Baga. The tiger subject petrify verb Goopy and Baga object. So these are the activities of lesson blowing in the wind. ഇതൊക്കെയാണ് blowing in the wind എന്ന പോയത്തിലെ ആക്ടിവിറ്റീസ്. That's all for today's class. blowing in the wind എന്ന പോയത്തിലെ എല്ലാ ആക്ടിവിറ്റീസും 2 വീഡിയോസിലൂടെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If you have any doubts, please comment. So ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.